മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? പ്രിയങ്ക ഗാന്ധി പലസ്തീൻ എന്ന് എഴുതിയിട്ടുള്ള ബാഗുമായിട്ട് ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി രാജ്യത്തോട് പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ എന്ത് തന്നെയായാലും ഞങ്ങൾ പലസ്തീനൊപ്പമാണ് എന്നാണ് ഈ പ്രിയങ്ക ഗാന്ധി ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നെ വിളിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഈ രണ്ടു പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുകൾ എന്നോട് ഒരേ സ്വരത്തിൽ പറയാറുള്ളത്, ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ എടുത്ത നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, അതിൽ നീതിയില്ലാത്ത നിലപാട് തന്നെയാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ഈ ഒരു വീഡിയോ സകല ആളുകളും മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ഇവിടെ കോൺഗ്രസ് ഈ പലസ്തീനെയൊക്കെ പിന്തുണയ്ക്കുന്നതോട് കൂടിയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ നേർ ചിത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. വളരെ ലളിതമായിട്ട് സുബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് വലിയ രീതിയിൽ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള 1200-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടതിനു ശേഷം ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. അത്രത്തോളം വളരെ വലിയൊരു ഭീകരാക്രമണം ഹമാസ് നടത്തിയിട്ട് ഇസ്രായേലിലെ ജനതക്ക് മനുഷ്യത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ഈ പലസ്തീന്റെ ഈ ബാഗിലൊക്കെ പലസ്തീൻ എന്ന് എഴുതി വെച്ചതുപോലെ എന്തുകൊണ്ടാ അന്നൊന്നും തന്നെ ഇസ്രായേൽ എന്ന് എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് പോലും ഈ പ്രിയങ്ക ഗാന്ധി ഒന്നും ഇന്നേ വരെയായിട്ട് ചെയ്യാതിരുന്നത്? എന്തേ? ഇവരൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറഞ്ഞിട്ടാണോ ഈ പലസ്തീൻ ബാഗുമായിട്ട് നടക്കുന്നത്? അല്ലെങ്കിൽ കോൺഗ്രസ് മനുഷ്യത്വം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതുയർത്തിപ്പിടിച്ചിട്ടാണ് ഇത്തരം പോസ്റ്റുമായിട്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ തിരുമണ്ടന്മാരാണ്. ഇത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ് പ്രിയങ്ക ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ രാജ്യത്തുള്ള സകല തീവ്ര ചിന്താഗതിക്കാരെയും ഒരു കുടക്കീഴിലേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. അതിന്റെ ഭാഗമാണ് ഈ പലസ്തീൻ ബാഗ് എന്നുള്ളതൊക്കെ സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി ചിന്തിച്ചാൽ മാത്രം മതി. യഥാർത്ഥത്തിൽ മനുഷ്യത്വമായിരുന്നു ഉദ്ദേശമെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയിട്ടും ഇതേപോലെ ബാഗുമായിട്ട് ഇതേപോലെ എഴുത്തുമായിട്ട് വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് ഗാസയിലെ വലിയ രീതിയിലുള്ള മനുഷ്യത്വവും ഈ പ്രിയങ്ക ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇസ്രായേലിനെ കുറിച്ച് ഒരക്ഷരം ഉണ്ടില്ല. അതായത് ഇസ്രായേലിൽ കൊല്ലപ്പെടുന്ന ഒരു സാധാരണക്കാരനും ഒരു മനുഷ്യത്വത്തിനും അർഹതയില്ല എന്നല്ലേ ഈ പറയുന്ന പ്രിയങ്കയൊക്കെ പ്രഖ്യാപിക്കുന്നത്? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇത്തരത്തിൽ പലസ്തീന് പിന്തുണ കൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക്, നമ്മുടെ രാജ്യത്തെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ധൈര്യം കൂടില്ലേ? ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ തേക്കടിയില് കശ്മീരി ജിഹാദികള് ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെ അപമാനിച്ചത്? നമ്മളൊക്കെ തന്നെ അത് കണ്ടതല്ലേ? എന്തുകൊണ്ടായി കശ്മീരി ജിഹാദികൾക്ക് ഇസ്രായേലി പൗരന്മാർക്ക് നേരെ അവരെ അപമാനിച്ചുകൊണ്ട് പുറത്താക്കാൻ, അവരുടെ കടയിൽ നിന്ന് പുറത്താക്കാനൊക്കെ ധൈര്യം കിട്ടിയത്? പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് പലസ്തീനാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്, അപ്പൊ ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കള് രംഗത്തെത്തുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലല്ലേ ഈ കശ്മീരി ജിഹാദികളെ പോലെയുള്ള ആളുകൾ ഇവിടെ വലിയ രീതിയിൽ തീവ്രവാദം വളർത്തുന്നത് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് കപടമായിട്ടുള്ള മനുഷ്യത്വമാണ്. ഈ പലസ്തീന് വേണ്ടി മാത്രം ഈ ബാഗ് പോസ്റ്റ്, സോഷ്യൽ മീഡിയ പോസ്റ്റ്, കൊടി ഉയർത്തല്. ഈ കമ്മ്യൂണിസ്റ്റുകാരും തെല്ലും മോശമല്ല. നമ്മുടെ കേരളത്തിലൊക്കെ വലിയ പ്രഖ്യാപനങ്ങളല്ലേ, എന്തു തന്നെയായാലും പലസ്തീനൊപ്പം എന്നൊക്കെ പ്രഖ്യാപിച്ച സ്വരാജൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ.
അങ്ങനെ ഈ പലസ്തീനെ മാത്രം കാണുന്ന ആളുകൾ എന്താണ് ഇവിടെ സന്ദേശം കൊടുക്കുന്നത്? ഇത്തരം നേതാക്കന്മാരായിട്ടുള്ള ആളുകള് പലസ്തീനൊപ്പം മാത്രമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് ഇവർക്ക് വലിയ ആവേശമാണ്. എന്ത് ഭീകരവാദ പ്രവർത്തനവും എന്ത് തീവ്രവാദ പ്രവർത്തനവും ഇവിടെ നടത്താം, ഇവരെ പിന്തുണയ്ക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്നുള്ളൊരു ധൈര്യം ഇത്തരം പലസ്തീൻ കൊടി മാത്രം ഉയർത്തുന്നതിലൂടെ രാജ്യത്തുണ്ടാവുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, നമ്മുടെ തൊട്ടടുത്ത രാജ്യമല്ലേ ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്നത്? ഈ ബംഗ്ലാദേശില് എത്രത്തോളം വലിയ ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ആക്രമണങ്ങളല്ലേ. ഇസ്കോൺ സന്യാസി അറസ്റ്റ് ചെയ്തു, അത് മാത്രമാണോ? വക്കീല് കോടതിയിലേക്ക് തന്റെ വക്കീലിനെ പോലും എത്തിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആക്രമണങ്ങള്. ഹിന്ദുവാണോ എന്ന് നോക്കിയിട്ട് വേട്ടയാടുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ മതത്തിലും, അത് ഹിന്ദു എന്നില്ല ക്രിസ്ത്യൻ എന്നില്ല, അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ബംഗ്ലാദേശിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയം വരെ എന്തേ ഒരു ബംഗ്ലാദേശ് എന്ന് എഴുതി വെച്ചിട്ടുള്ളൊരു ബാഗുമായിട്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിനൊപ്പം എന്ന് പറഞ്ഞൊരു ഒന്നും തന്നെ ഉയർത്താത്തത്? പലസ്തീൻ ബാഗ് മാത്രമേ കാണൂ, പലസ്തീൻ എന്ന് എഴുതിയത് മാത്രമേ കാണൂ, ആ കൊടി മാത്രമേ ഉയർത്തൂ. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടാണ് എന്നുള്ളത് ഈ ഒരു ബാഗും ഈ ഒരു ഫോട്ടോയും കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നത് മാത്രമാണ്. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ഇസ്രായേലിലെ ബന്ദികളാക്കിയിട്ട് 1 വർഷം കഴിഞ്ഞ് ഹമാസ് എന്ന ഭീകര സംഘടന 1 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിലെ പൗരന്മാരെ ബന്ദികളാക്കിയിട്ട് കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഇന്നേ വരെ ആയിട്ട് എന്തുകൊണ്ടാ പ്രിയങ്ക ഗാന്ധി ഈ ഹമാസ് ഇസ്രായേലി പൗരന്മാരെ പിടിച്ചു വെച്ചിട്ടുള്ളവരെ വിടണമെന്ന്, അവരെ മോചിപ്പിക്കണമെന്ന് എന്തുകൊണ്ടാ ഈ പ്രിയങ്ക ഗാന്ധി ഒരിക്കൽ പോലും പറയാത്തത്? പലസ്തീൻ ബാഗേ കാണൂ. 100-ലധികം ആളുകൾ ഇന്നും ഹമാസിന്റെ കയ്യിലാ ബന്ദികളാക്കിയിട്ട്. എന്തേ? ഇസ്രായേലിലെ ഈ പൗരന്മാർക്ക് ബന്ദികളാക്കി വെച്ചിട്ടുള്ള ആളുകൾക്ക് മനുഷ്യത്വത്തിന് അർഹത ഇല്ല എന്നാണോ പ്രിയങ്ക ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത്? ഇതൊക്കെ ഒരു പ്രീണനത്തിന്റെ പ്രോ ലെവൽ എന്നൊക്കെ പറയൂ, അങ്ങേയറ്റത്ത് നിന്നുകൊണ്ടുള്ളൊരു പ്രീണനം. ഞങ്ങൾ എന്ത് തന്നെയാലും പലസ്തീനൊപ്പമാണ്. ഇത് മനുഷ്യത്വത്തിന് വേണ്ടിയല്ല, ഇത് പ്രീണനത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് സകല തീവ്ര ചിന്താഗതിക്കാരെയും ഞങ്ങൾ സംരക്ഷിച്ചോളും എന്നുള്ള വളരെ വലിയ പ്രഖ്യാപനം തന്നെയാണ് ലോക്സഭയിലേക്ക് ഈ പലസ്തീൻ ബാഗുമായിട്ട് പ്രിയങ്ക ഗാന്ധി കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.